ഹലോ ഗൈസ് ഹായ്. സോ ഞാൻ ഇന്ന് ഒരു വിഷയം സംസാരിക്കാൻ പോകുന്നത്, എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് കമൻറ്റ്സ് കണ്ടു കേട്ടോ. പേഴ്സണലി എനിക്കൊരാൾ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളാണ്, പക്ഷേ ഉത്തരം ഒരുപാട് ഡീപ്പായിട്ട് കൊടുക്കണം. കാരണം ആർക്കും തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, ആർക്കും തോന്നാവുന്ന ഒരു ചോദ്യമാണ്. ചിലപ്പം അത് നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കും തോന്നുമായിരുന്നു ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളിങ്ങനെ മാറിയല്ലോ. ഞാൻ ഇപ്പം ആദ്യം സ്ത്രീയായിരുന്നു, അപ്പോൾ പുരുഷനായി മാറി അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഹോർമോൺ എടുത്തുകൊണ്ട്, ഇപ്പം ഞാൻ ഹോർമോൺ എടുക്കുന്നുണ്ട്, മെയിൽ ഹോർമോൺ അല്ലേ. ഇങ്ങനെ മാറിയത് ഹോർമോൺ ചേഞ്ച്, അതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോർമോൺ, അതായത് സ്ത്രീ ഹോർമോൺ എടുത്തിട്ട് ഞാൻ അതുപോലെ ആയില്ല എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആക്കാൻ പറ്റില്ലേ, ഇപ്പം ഞാൻ മാറിയ സ്ഥിതിക്ക് ആ സ്ത്രീ ഹോർമോൺ എടുത്തിട്ട് മാറാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നോട് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ ഒതുക്കി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ചോദിക്കണം എന്നുണ്ട്, പക്ഷേ ഞാൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്താണ് അതിന് മറുപടി തരിക എന്നുള്ള ഭയം, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആളുകൾ ചോദിക്കുന്നില്ല. അതാണ് സത്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. ഇപ്പം പറയാനുള്ളൊരു കാര്യം, കമൻറ്റ്സ് ഞാൻ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് നോ പ്രോബ്ലം. പക്ഷേ എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള കമൻറ്റ്സ് ഇടരുത് കേട്ടോ. കാരണം എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ് മെൻ്റലി. അങ്ങനത്തെ കമൻറ്റ്സ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഡിസ്ഫോറിക് ആവും, എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ്സ് ഇടാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് സംശയമായിട്ട് പറയാം. അല്ലാതെ നിങ്ങളിങ്ങനെ ചെയ്ത് തെറ്റാണ്, നിങ്ങളിങ്ങനെ ആവാൻ പാടില്ല, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ കമൻറ്റ്സ് ഇടരുത്. ഓക്കെ, കാരണം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, മെൻ്റലി ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുരുഷനാണ്, സ്ത്രീയാണ്. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്ത്രീ ആയില്ല, നിങ്ങൾക്ക് പുരുഷനായ പോലെ എന്നൊക്കെ രീതിയിലൊന്നും ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതേപോലെയാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കണം. നിങ്ങളെടുത്ത് വേറെ ആൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജെൻഡറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആയിക്കൂടായിരുന്നു, നിങ്ങളെപ്പോഴും പെണ്ണാണ്, ഒരു ആണായി നിങ്ങളെടുത്തുകൊണ്ട് പറയുന്നത് എപ്പോഴും പെണ്ണാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരാളെ നിങ്ങൾ സംസാരിച്ചാൽ എന്തായിരിക്കും? അപ്പം അതേ ഫീലിംഗാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുപോലത്തെ കമൻറ്റ്സ് നിങ്ങൾ ഇടരുത്. ഓക്കെ, നിങ്ങൾ കമൻറ്റ്സ് ഇട്ടോ, പക്ഷേ അത് നിങ്ങൾക്ക് സംശയമുള്ള കമൻറ്റ്സുകൾ ഇടുക, സംശയങ്ങൾ ചോദിക്കുക, അപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മാറുന്ന ആൾക്കാർ, സ്ത്രീയിൽ നിന്ന് പുരുഷനാവുന്നതും അതുപോലെ തന്നെ പുരുഷനിൽ നിന്ന് സ്ത്രീ ആവുന്നതുമായിട്ടുള്ള ആളുകൾ ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്, ഹോർമോൺ അല്ല. എവിടെയും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി, എവിടെയും പറഞ്ഞിട്ടില്ല ഹോർമോൺ ചേഞ്ച് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ബോഡി കാരണങ്ങൾ കൊണ്ടാണെന്നോ ഇവർക്ക് ഇങ്ങനെ ആവുന്നതെന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവമില്ല. ഹോർമോൺ പ്രശ്നം എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ആളുകൾ ഊഹിക്കുന്ന കാര്യമാണ് ഹോർമോണിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാത്ത വലിയൊരു സത്യമുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ രണ്ട് സംഭവമുണ്ട്. എന്താണെന്നറിയോ? ജെൻഡർ, സെക്സ്. ഓക്കെ, ജെൻഡർ, സെക്സ്. അപ്പം ഈ സെക്സ് പറഞ്ഞാൽ മറ്റേ സെക്സ് അല്ല കേട്ടോ, അത് ഞാൻ എടുത്ത് പറയണേ. ജെൻഡർ, സെക്സ്. അപ്പോൾ എന്താണ് ഈ രണ്ടും എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഒരു മനുഷ്യ ശരീരത്തിലുള്ള സംഭവമാണത്. ഓക്കെ, ജെൻഡറും സെക്സും രണ്ട് സംഭവം നമ്മുടെ ബോഡിയിലുണ്ട്, എല്ലാ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സെക്സ് എന്ന് ആദ്യം പറയാം. അതാകുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ അത് തുടങ്ങാം. സെക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എടുത്ത് പറയണത് മറ്റേ സെക്സ് അല്ല, സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത്. സെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ അവയവങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ബോഡി നമ്മൾ എടുത്ത് നോക്കി, ആ സ്ത്രീയുടെ അവയവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുരുഷൻ്റെ ബോഡി എടുത്ത് നോക്കി എന്തൊക്കെയാണ് അവിടെ ഓർഗൻസ്, സെക്ഷൽ ഓർഗൻസ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരുപാട് പുരുഷനുള്ള സംഭവം, സ്ത്രീക്കുള്ള സംഭവം, എക്സ്റ്റേണലുള്ള സംഭവം. അതാണ് സെക്സ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന വിസിബിൾ ആവുന്ന സംഭവം, വിസിബിലിറ്റി എന്ന് പറയാൻ പറ്റും. അത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വിസിബിൾ ആവുന്ന സംഭവമുണ്ട്, അതാണ് വിസിബിൾ സംഭവങ്ങൾ, വിസിബിൾ തിങ്സ് ആണ് സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് എന്താണ്? സെക്സാണ് അല്ലേ? കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സംഭവമാണ് സെക്സ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അതാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മളെ പൊതുവെ ആൾക്കാർ നോക്കിക്കാണുന്നത്. നിങ്ങൾ ഉൾപ്പെടെ ആൾക്കാർ
എന്നെ നോക്കിക്കാണുന്നത് ഈ സെക്സ് എന്ന സംഭവം ആ കണ്ണിലൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എനിക്കുള്ളത്, പുരുഷൻ്റെതായിട്ടുള്ള മീശയുണ്ട്, താടിയുണ്ട്, അല്ലേ, സൗണ്ട് ഉണ്ട്, ബോഡി ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ബയോളജിക്കൽ പാർട്സ്. അതിനാണ് സെക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ജെൻഡർ. എന്താണ് ജെൻഡർ? ഇത് വിസിബിൾ അല്ല. ജെൻഡർ നോൺ വിസിബിൾ ആണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വട്ടായിട്ട് തോന്നാം, അല്ലേ? പക്ഷെ വട്ടല്ല കേട്ടോ, റിയലാണ്. ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവം ഉണ്ടാവും, അതർ ദാൻ ബയോളജിക്കൽ പാർട്സ്. ഓരോ വ്യക്തിക്കും, എല്ലാ ഹ്യൂമണും ഫീൽ ചെയ്യുന്ന സംഭവം ഉണ്ടാവും, ഞാൻ എന്താണെന്നുള്ളത്, ഇല്ലേ? അങ്ങനെ ഒരാൾക്ക് ഫീൽ ചെയ്യാതിരിക്കില്ലല്ലോ. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഫീൽ ചെയ്യും നമ്മൾ എന്താണെന്നുള്ളത്. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ ഒന്നെങ്കിൽ അൽഷിമേഴ്സ് ആയ രോഗികളായിരിക്കും, അല്ലെങ്കിൽ മെൻ്റൽ പേഷ്യൻസ് ആയിരിക്കും, അല്ലേ? അവർക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അൽഷിമേഴ്സ് ആൾക്കാർക്ക് ഒന്നും അറിയില്ല, അവരെന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ. അത് മറവി രോഗം ബാധിച്ച ആൾക്കാർ, അങ്ങനെ തന്നെ എന്തെങ്കിലും ബോധം നഷ്ടപ്പെട്ട ആൾക്കാർ, ഇങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അല്ലാതെ ബോധമുള്ള എല്ലാ മനുഷ്യന്മാർക്കും എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും അവരെന്താണെന്നുള്ളത്. സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയും. നമ്മൾ എന്താണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യുക. നമുക്ക് ഫീൽ ചെയ്യും, ഓരോ മനുഷ്യന്മാർക്കും ഫീൽ ചെയ്യും തന്നെത്താൽ എന്താണ് ഞാൻ എന്നുള്ളത്. ഓക്കെ. ജെൻഡർ ഇപ്പം എന്താ എനിക്ക് ഏകദേശം മനസ്സിലായി, അല്ലേ? സെക്സ് എന്താ മനസ്സിലായി. ഓക്കെ. ഇത് രണ്ടും ഒരു മനുഷ്യ ശരീരത്തിലുള്ള സംഭവമാണ്. ഇത് രണ്ടും ചേർന്നാൽ മാത്രം, ഒരുപോലെ ആയാൽ, സെക്സ് ബോഡി വൈസ്, അതുപോലെ തന്നെ ഇയാളുടെ മൈൻഡ് എന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് മൈൻഡിനെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഇത് വിസിബിൾ അല്ലാത്തതുകൊണ്ട് മനസ്സിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ, ഓക്കെ, രണ്ടും ഒന്നാണ്, അത് നമുക്ക് എടുക്കാം. ഇത് രണ്ടും ഒരുപോലെ ആയില്ലെങ്കിൽ എന്ത് വരും? ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ, എന്നെപ്പോലെ എക്സാമ്പിൾ പറയാൻ പറ്റും. ഓക്കെ, യെസ്. ഇവിടെ നമ്മൾ ഹോർമോൺ കുത്തിവെച്ചാൽ നമ്മളെ ബോഡിയിലല്ലേ ചേഞ്ച് വരുള്ളൂ, അല്ലേ? എൻ്റെ ബോഡിയിൽ ഇപ്പോൾ ഫീമെയിൽ ഹോർമോൺ ഞാൻ കുറേ കുത്തിവെച്ചെന്ന് വിചാരിക്കുക, ഞാൻ പണ്ട്, ഇപ്പോഴല്ല. അപ്പോൾ എന്താ വരിക? കുറേ ഫീമെയിൽ ഇത് എൻ്റെ ബോഡിയിൽ വരും. അത് വെച്ചിട്ട് എൻ്റെ ജെൻഡറിനെ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ജെൻഡർ ഈസ് ഇൻസിസ്റ്റഡ്. അത് നമ്മുടെ കൺസ്ട്രക്റ്റഡ് ആണ്, മൈൻഡിൽ കൺസ്ട്രക്റ്റഡ് ആയ സംഭവമാണ്. എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്, അത് ഹോർമോണായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്, കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആസ്പെക്റ്റിൽ നിങ്ങൾ ചിന്തിക്കുള്ളൂ. അപ്പം ഇങ്ങനെ ഉള്ള സംഭവം വേറെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോയിൽ അതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിസിബിൾ അല്ലാത്ത സംഭവം ആയതുകൊണ്ട്. വിസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, വിസിബിൾ ആണെന്ന് കണ്ടോ, വിസിബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക. പക്ഷെ ഇത് വിസിബിൾ അല്ല, അതുകൊണ്ട് ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് തരാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജെൻഡർ എന്നൊക്കെ ഏകദേശം മനസ്സിലായി. ജെൻഡർ എന്താണ് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡ്. ഓക്കെ. അപ്പോൾ ഈ ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സോളുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. എന്താ നമ്മുടെ സോൾ? ആത്മാവ് ആരും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ആത്മാവ് വിസിബിൾ അല്ല. അപ്പോൾ നമുക്കിത് ആത്മാവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആത്മാവുണ്ട്, ശരീരമുണ്ട്, റൈറ്റ്? യെസ്. ആത്മാവിനെ നമുക്ക് എന്ത് കൗൺസിലിംഗ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്ത് മരുന്ന് കൊടുത്തിട്ടോ എന്ത് ഹോർമോൺ കൊടുത്തിട്ടോ മാറ്റാൻ പറ്റുന്ന സംഭവമല്ല. ഹിന്ദു പുരാണത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വേർപെട്ടു പോകും, ഇല്ലേ? അതാണ് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പ്രേ ചെയ്യുന്നത്, അല്ലേ? മുസ്ലിംസ് വിശ്വസിക്കുന്ന സംഭവമാണ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പടച്ചവനെടുത്തോട്ട് പോകുന്നു, ഇല്ലേ? ശരീരം മാത്രം അവിടെ മണ്ണിൽ അലിഞ്ഞു പോകുന്നു. അതുപോലെ ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നുണ്ട്, എല്ലാ മതവും വിശ്വസിക്കുന്ന സംഭവമാണ് ആത്മാവും ശരീരവും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ശരീരവും ആത്മാവും രണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് രണ്ടും ഒന്നായി ചേർന്നാലാണ് നമ്മൾ പൂർണ്ണമായിട്ട് മനുഷ്യനാകത്തുള്ളൂ. മനസ്സിലായോ? ഈ പൂർണ്ണതയിൽ, ഈ സംഭവത്തിൽ പൂർണ്ണമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണം നമ്മൾ ഇങ്ങനെ പറയുകയാണ്, എല്ലാവരും പൂർണ്ണതയുള്ള ആൾക്കാരാണ്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ. ശരീരം കംപ്ലീറ്റ്ലി ഒരു മെയിലിൻ്റെ ശരീരമാണെന്ന് വിചാരിക്കുക. മനസ്സും അതുപോലെ ഒരു മെയിലിൻ്റെതാണെന്ന് വിചാരിക്കുക. അതായത് ആ വ്യക്തിയുടെ സോൾ, ആ വ്യക്തിയുടെ ജെൻഡർ ഒരു പുരുഷൻ്റെതാണ്. നമുക്ക് അയാളെ പൂർണ്ണമായിട്ടൊരു പുരുഷനായിട്ട് പറയാൻ പറ്റും, ഇല്ലേ? അതെ. അതുപോലെ തന്നെ സ്ത്രീയുടേത്. ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന വ്യക്തി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചത് ഒരു സ്ത്രീ ആയിട്ടാണ്, അല്ലേ? എൻ്റെ ആത്മാവ് ഒരിക്കലും സ്ത്രീ അല്ലായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ജെൻഡർ ഒരു സ്ത്രീ അല്ലായിരുന്നു, എൻ്റെ ബ്രെയിൻ ഒരു സ്ത്രീ അല്ലായിരുന്നു, എൻ്റെ മൈൻഡ് ഒരു സ്ത്രീ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ബോഡി എനിക്ക് ഏത് രീതിയിലും മാറ്റാൻ പറ്റും. എൻ്റെ ബോഡി എനിക്ക് ചിലപ്പം നിങ്ങൾ കളിയാക്കി പറയാറില്ലേ, പട്ടിയാക്കിയെന്നും പൂച്ചയാക്കിയെന്നൊക്കെ, അതൊക്കെ ആക്കാം. എൻ്റെ ബോഡി എനിക്ക് എന്തും ആക്കാം.
എൻ്റെ ബോഡി നല്ല വണ്ണമുള്ള ബോഡിയായിരുന്നു, നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വണ്ണം കുറച്ചു. അതുപോലെ നമുക്ക് ബോഡി നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ മൈൻഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കണം. നമ്മുടെ ജെൻഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നമ്മളെ മൈൻഡ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമ്മളെ ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റും. ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ എനിക്കൊരു മോശപ്പെട്ട ക്യാരക്ടർ ഉണ്ട്. എനിക്ക് എല്ലാ എക്സാമ്പിൾ പറയാം, എനിക്ക് വളരെ മോശപ്പെട്ട, ഞാൻ ഭയങ്കര അധികം കള്ള് കുടിച്ച് എല്ലാവരും തെറി പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര മോശപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആ ക്യാരക്ടർ എനിക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് വളരെയധികം മോശപ്പെട്ട എക്സാമ്പിൾ പറഞ്ഞാണ്, കിട്ടുന്നില്ല വായിലൊന്നും. എന്ത് ക്യാരക്ടറും എനിക്ക് മാറ്റാൻ പറ്റും. ബട്ട് അവർ ജെൻഡർ ഓർ മൈൻഡ് നമുക്ക് മാറ്റാൻ പറ്റുന്ന സംഭവമല്ല. ദാറ്റ് ഈസ് ഇൻസിസ്റ്റഡ്. നമ്മൾ അത് ഇൻസിസ്റ്റഡ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അത് മനസ്സിലാക്കുക. ഹോർമോൺ അല്ല ഇതിൻ്റെ ഒരു ഇത്. ഹോർമോണുകൾ എവിടെ എഴുതി വെച്ചിട്ടില്ല. ആൾക്കാർ തെറ്റിദ്ധരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്താൽ മതി മാറും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ സംഭവമുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ ചിന്തിക്കും അവനെ മെൻ്റൽ ഇതല്ല, മൈൻഡിൻ്റെ ഇതല്ല, അപ്പോൾ സൈക്കാട്രി എടുത്ത് പോയാൽ പോരെ, അപ്പോൾ അവർ കൗൺസിലിംഗ് തരില്ലേ. ഒരിക്കലും ഇതും കൗൺസിലിംഗ് ആയിട്ട് ബന്ധമില്ല. ജെൻഡറും നമുക്ക് ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന സാധനമല്ല ഒരാളുടെ ജെൻഡർ എന്ന് പറയുന്നത്. അയാൾക്ക് സെൽഫ് ഡിക്ലെയർ ചെയ്യുന്ന സംഭവം അയാളെ ബ്രെയിനായിട്ട് കണക്റ്റഡ് ആണ്, അയാളെ ജെൻഡർ അയാളെ സോളായിട്ട് കണക്റ്റഡ് ആണ്. അതൊരിക്കലും ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന സാധനമല്ല. നിങ്ങൾ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ വിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഒരു മനുഷ്യന് ആത്മാവും ഉണ്ട് ശരീരവും ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ സംശയമൊക്കെ മാറിയോ? ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാലും നിങ്ങൾ എന്നെ തെറി പറയും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിമർശിക്കും. അത് ചെയ്ത് തെറ്റാണ് പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഏറ്റവും വലിയ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 100%. പിന്നെ ഞാൻ ഇന്നൊരു കമൻറ്റ് കണ്ടു. ആ ഒരു സ്ത്രീയാണ് അയച്ചിട്ടുള്ളത് കമൻറ്റ്. സ്ത്രീയാണ്, പക്ഷേ ഞാൻ സോറി. ആ കമൻറ്റ് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇത് റിഗ്രറ്റ് തോന്നുന്നു. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത സംഭവമായിട്ടോ, ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ആൻസറാണ്. ഒരിക്കലും റിഗ്രറ്റ് തോന്നത്തില്ല. ഫേക്ക് ആയിട്ടുള്ള കാണിക്കുന്ന ആൾക്കാരോ, മറ്റുള്ളവർക്ക് വേണ്ടി ജെൻഡർ ചെയ്ത ആൾക്കാരോ, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി ജെൻഡർ ചേഞ്ച് ചെയ്ത ആൾക്കാരോ, സെക്സ് ജെൻഡർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, സെക്സ് ചേഞ്ച് ചെയ്ത ആൾക്കാരോ, അവർക്ക് റിഗ്രറ്റ് തോന്നും. അവർ റിഗ്രറ്റ് തോന്നിയിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ തോന്നിയ ആൾക്കാർ റിഗ്രറ്റ് തോന്നി മാറിപ്പോവും. സെക്സ് ചേഞ്ച് ചെയ്ത ആൾക്കാരെ കാര്യം പറഞ്ഞിട്ടോ, ജെൻഡർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും. അതുപോലെ തന്നെ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുക. ഞാൻ എന്താണെന്ന്, എനിക്ക് എന്താണ് ആവേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ഒരിക്കലും അവർ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. സെക്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, അവരുടെ ബോഡി ചേഞ്ച് ചെയ്യാൻ പാടില്ല. അവർ ആ സ്റ്റേജിൽ തന്നെ തുടർന്ന് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആൾക്കാരുണ്ട് നമ്മുടെ ഭൂമിയിൽ. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ അപ്പുറമാണ്, അതായത് നമ്മുടെ വിസിബിലിറ്റിൻ്റെ അപ്പുറമാണ് ഈ സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് മാത്രമാണ്, നിങ്ങളുടെ കാര്യം മാത്രം. അത് പൊതുവെ മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കുക. മറ്റുള്ളവർക്ക് എന്ത് പ്രയാസമായാലും അവരെന്താ അനുഭവിക്കുന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അത് ദൈവത്തിനും അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറ്റൊരു കാര്യം ചിന്തിച്ചാൽ മതി, മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമുക്കറിയില്ല, അതുകൊണ്ട് അവർ വിമർശിച്ചിട്ട് കാര്യമില്ല. ഇതൊരു കാര്യം മനസ്സിലാക്കുക. അവർക്ക് ചിലപ്പോൾ അവരുടെ ഡീലിംഗ് അവരുടെ ദൈവമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡീലിംഗ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും. നമുക്ക് അവരെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അവരെന്തൊക്കെ പ്രശ്നത്തിലൂടെയാണ് പോകുന്നത്, അവരുടെ മൈൻഡ് എന്താണ്, പലതും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ വിമർശിക്കരുത്, അവരെന്താണെന്ന് അറിയാതെ. ഓക്കെ, നമ്മളെ കാര്യം മാത്രം ചിന്തിക്കുക എന്നുള്ള സംഭവമാണ് ഇപ്പോൾ കറൻ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. വിമർശിക്കുന്നതിന് മുമ്പ് അങ്ങനെ കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോയുടെ താഴെ ഞാൻ കണ്ട കുറേ കമൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ആണിനെ പോലെയാണ്, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുകയില്ല. ഞാൻ ചോദിക്കട്ടെ ചങ്ങായിമാരെ, എൻ്റെ മനസ്സ് പണ്ട് മുതലേ ആണുങ്ങളതാണ്. എൻ്റെ ജെൻഡർ അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് പണ്ട് മുതലേ ആണുങ്ങളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മാറിയാലും എൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ? അപ്പോൾ എങ്ങനെ പിന്നെ പെണ്ണിൻ്റെ സ്വഭാവമായിട്ട് വരിക? എന്ന് പറ. അല്ല, നിങ്ങളത് സംസാരിക്കണത് ആ വിഷയം അല്ലേ. ഞാൻ അതാ ചോദിക്കണത്. നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പെണ്ണ് മാറിയാൽ എങ്ങനെയുണ്ട്? ഒരിക്കലും ഒരു ആത്മാവ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു മൈൻഡ് പെണ്ണായ ഒരു ആൾക്ക് ഒരിക്കലും ജെൻഡർ ചെയ്യാൻ കഴിയൂല. അവർക്ക് അങ്ങനെ തോന്നൂല. മനസ്സിലായി നിങ്ങൾക്ക്? ഒരു ആത്മാവ് പെണ്ണായ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ മൈൻഡ് പെണ്ണായ സ്ത്രീക്ക് എങ്ങനെയാണ് ജെൻഡർ ചേഞ്ച് ചെയ്യാൻ തോന്നുക? എനിക്കതാണ് അറിയാത്തത്. എനിക്കറിയാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ്. എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റില്ല അത് എങ്ങനെ മാറും എന്നുള്ളത്. ഒരിക്കലും മാറാൻ പറ്റില്ല. ഞാനെന്ന വ്യക്തി എനിക്ക് പണ്ട് മുതലേ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രായം തൊട്ട് മുതലേ ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ മൈൻഡ് ഇങ്ങനെയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ആണിനെ പോലെ ചിന്തിക്കുന്നത്. ഒരു ആണിൻ്റെ ബ്രെയിനാണ് എനിക്ക്, ഒരു ആണിൻ്റെ ആത്മാവാണ് എനിക്ക് അത് പറഞ്ഞു തരുന്നത് ഒരു ആണിൻ്റെ ആത്മാവാണെന്നുള്ളത്. എന്നാൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ആണിൻ്റെ ആത്മാവുള്ള ഞാൻ, ശരീരം പെണ്ണിൻ്റെതാണ്. അപ്പോൾ എൻ്റെ ശരീരം ഞാൻ അങ്ങ് മാറ്റി, പെണ്ണിൻ്റെ ശരീരം ഞാൻ അങ്ങ് മാറ്റി, ആണിൻ്റെ ആത്മാവുള്ള ഞാൻ. തെറ്റുണ്ടോ വെച്ച് കഴിഞ്ഞാൽ തെറ്റില്ല. കാരണം എനിക്ക് എൻ്റെ സോൾ അതിനനുസരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ.
അപ്പോൾ അത് മാറ്റി. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ സ്വഭാവം നിങ്ങൾ പറയുന്നത് പെണ്ണിൻ്റെ സ്വഭാവം ഇല്ലല്ലോ, ആണുങ്ങളെ പോലെയാണല്ലോ, ആണുങ്ങളെ പോലെയാണല്ലോ ഇരിക്കുന്നത്, ആണുങ്ങളെ പോലെ സംസാരിക്കണം, ആണുങ്ങളെ പോലെയല്ലേ, അപ്പോൾ എങ്ങനെ വരിക? ആത്മാവ് എന്താണോ ആത്മാവിനെ പോലെ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ മൈൻഡ് എന്താണോ പറയുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മൾ ആത്മാവ് എന്താ പറയുന്നത്, നമ്മൾ മൈൻഡ് എന്താ പറയുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇൻവിസിബിൾ സംഭവമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇനിയും ഒരുപാട് ഡൗട്ട് കാണും. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം ഈ രണ്ട് ഇതായിട്ടാണ്. സോൾ, നമ്മുടെ ആത്മാവ്, ജെൻഡർ, സെക്സ്, നമ്മൾ ബയോളജിക്കൽ പാർട്സ്, ഈ രണ്ട് സംഭവമാണ്. അതായത് ബോഡി, ജെൻഡർ, നമുക്കിങ്ങനെ പറയാം ഈസി ആയിട്ട്. ആത്മാവും ശരീരവും ചേരാതെ വരുമ്പോൾ സംഭവിക്കും. മനസ്സിലായോ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഹോർമോണിൻ്റെ പ്രശ്നമൊന്നുമല്ല, ഹോർമോൺ. അപ്പം ഇതാണ് എനിക്കിത് തരാനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഗൈസ്. കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക, ഒരുപാട് കമൻസ്. പിന്നെ ഒരുപാട് ഫേക്ക് ആൾക്കാരുണ്ട്, റിപ്പീറ്റ് ചെയ്യാണ്, ഫേക്ക് ആൾക്കാരുണ്ട്. ഫേക്ക് ആൾക്കാരാണ് ഇതിൽ കിടന്ന് കളിക്കുന്നതും പറയിപ്പിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ. ബി വെയർ. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർ പ്ലീസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, കമൻറ്റിലോട്ട് വരരുത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഗെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ കുറേ ട്രാൻസ്ജെൻഡർ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ടി വിൻ്റെ മുന്നിലും മറ്റേ മീഡിയൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കള വർത്തമാനം പറഞ്ഞിട്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. പല ബെനിഫിറ്റ്സ് ഉണ്ടാവും ആൾക്കാർക്ക്. ഇതിനെന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക, ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ. അതിന് പിന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇതിൻ്റെ വലിയ നേട്ടങ്ങൾ, അവർക്ക് അച്ചീവ്മെൻറ്റ്സ്, അത് ഫിനാൻഷ്യൽ ഗോളായിരിക്കാം, പേഴ്സണൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പബ്ലിസിറ്റി ആയിരിക്കാം, കുറേ സംഭവങ്ങൾ ഇതിന് പിന്നിലാണ്. അപ്പോൾ അതിൽ കടന്ന് കളിക്കാൻ കുറേ ആൾക്കാരുണ്ട്, ഫേക്ക് ആയിട്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് അവർക്ക് തന്നെ അറിഞ്ഞുകൂടെ അവരെന്താണെന്നുള്ളത്. അതായത് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റി, ഒരുപാട് ആൾക്കാർ. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ ദൈവത്തെ ഓർത്ത് മാറി നിൽക്കുക. നിങ്ങൾ വെറുതെ ഈ സീൻ ഉണ്ടാക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റിയിലോട്ട് വരരുത്. ഇതിൽ നിൽക്കുന്ന ആൾക്കാരെ പറയിപ്പിക്കരുത്. പറയിപ്പിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതിന് മോശമുണ്ട്. പല ആൾക്കാരും ഈ ട്രാൻസ്ജെൻഡർ ആൾക്കാർ എന്ന് പറഞ്ഞ് വന്ന് ഇതിൽ നിന്നുകൊണ്ട് കളിച്ച് പറയിപ്പിക്കുന്നുണ്ട് പല ആൾക്കാരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇത് മാറിപ്പോകണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം മറ്റുള്ളവരെ ബാധിക്കുന്ന കേസാണിത്. മറ്റുള്ള ആൾക്കാർ ഒരുപാട് ബാധിക്കും. ഇതിൽ സിൻസിയറായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ സിൻസിയറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ബാധിക്കുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. മനസ്സിലായോ? കുറിച്ച് ഇത്രേ പറയാനുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസ്, വിലയേറെ കമൻസുകൾ രേഖപ്പെടുത്തുക, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.